ഹായ് ഫ്രണ്ട്സ്, +1 ആൻഡ് +2 നെക്സ്റ്റ് എക്സാം വരുന്നത് 14-ാം തീയതിയാണ്. +1 വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജ്, സംസ്കൃത, ശാസ്ത്ര, സൈക്കോളജി 60 മാർക്കിൻ്റെ പേപ്പേഴ്സാണ്. പാർട്ട് 3 ലാംഗ്വേജ് അല്ല, 60 മാർക്കിൻ്റെതല്ല. സൈക്കോളജി, മാത്തമാറ്റിക്സ് ഒക്കെ 60 മാർക്കിൻ്റെ പേപ്പറാണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്, അവസരമുണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്തുക. ഗ്യാപ്പ് പഠിക്കാനുള്ള സമയവും കൂടുതലുണ്ട്. കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് 14-ന് എക്സാം വരിക എന്ന് പറയുമ്പോൾ നല്ല ഗ്യാപ്പുണ്ട്, മാക്സിമം ഉപയോഗപ്പെടുത്തുക. +2 വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി ഡബിൾ വാല്യുവേഷൻ്റെതാണ്, ബാർകോഡുള്ള ആൻസർ ഷീറ്റ് ആയിരിക്കും. പിന്നെ ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അതായത് +2 കൊമേഴ്സ് വിദ്യാർത്ഥികൾ, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അക്കൗണ്ടൻസി എടുത്തിരിക്കുന്ന +2 വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് എക്സാമാണ് 14-ാം തീയതി വരുന്നത്. ബിസിനസ് സ്റ്റഡീസ് ഇതുവരെയായിട്ട് അവർക്ക് എക്സാം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എക്സാമാണ് ബിസിനസ് സ്റ്റഡീസ് വരുന്നത്. അതുപോലെ കെമിസ്ട്രി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. എന്തായാലും എല്ലാ പേപ്പർ, അതായത് +1 ആവട്ടെ +2 വിദ്യാർത്ഥികളാവട്ടെ 14-ന് അടുത്ത എക്സാം വരുന്നു എന്ന് പറയുമ്പം കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് ഒത്തിരി സമയമുണ്ട്. കൊമേഴ്സ് +2 വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് എക്സാമും കൂടിയാണ്. അപ്പോൾ ഈ 14-ാം തീയതി എക്സാമിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അതിനിടയിൽ നമ്മുടെ റംസാൻ മന്ത് സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ടയേർഡൊക്കെ ആയിരിക്കും ഒരു വിഭാഗം വിദ്യാർത്ഥികൾ, എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ. എങ്കിൽ പോലും ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത് നന്നായി ഉപയോഗപ്പെടുത്തി മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക.